ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏപ്രിൽ മാസത്തെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഏപ്രിൽ 1 തൊട്ട് ഏപ്രിൽ 30 വരെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ചാനൽ നോക്കിക്കോളൂ. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉള്ള ചാനൽ നോക്കി നിങ്ങൾക്ക് കാണാം. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ആപ്പ് നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇത്. ഓരോ പേപ്പേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ് ഓരോന്നും നോക്കി വായിച്ച് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് പിക്ചേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, പേപ്പറൊക്കെ നോക്കി ഓരോ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി ഉണ്ടാക്കി അതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ടൈം കൺസ്യൂമിങ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി ലാഭിക്കാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമാണ് നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് സിറ്റി ഈസ് ദ ഹോസ്റ്റ് ഓഫ് KIPG 2025? അതായത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആണ് KIPG എന്ന് പറയുന്നത്. KIPG എന്താണ്? ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. അപ്പോൾ ഏത് സിറ്റിയിലാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 നടന്നത്? എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ന്യൂ ഡൽഹി. പഴയ പേര് ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയത് 1992 അത് 1991 69 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയത്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം ഡൽഹിയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരവും എവിടെ തന്നെയാണ്? ഡൽഹി തന്നെയാണ്. ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ഡൽഹിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലാണ് ഏത്? തീഹാർ ജയിൽ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് അല്ലെ. ഒരുപാട് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ഉള്ളതാണ് ഡൽഹിയിൽ. ഡൽഹിയിലാണ് ഒരുപാട് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. രാജ്ഘട്ട്, ശാന്തിവനം, വിജയ്ഘട്ട്, ശക്തിസ്ഥൽ, വീർഭൂമി തുടങ്ങിയവയെല്ലാം എവിടെയാണ്? ഡൽഹിയിലാണ്. രാജ്ഘട്ട് ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിന്റെ അല്ലെ. വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. ഇന്ദിരാഗാന്ധിയുടെയാണ് ഏത്? ശക്തിസ്ഥൽ. രാജീവ് ഗാന്ധിയുടെയാണ് വീർഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. വിച്ച് ഇന്ത്യൻ ലീഡർ വാസ് കോൺഫേർഡ് വിത്ത് മൗറീഷ്യസ് ഹൈയസ്റ്റ് സിവിലിയൻ ഹോണർ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ? എന്താണ് ചോദ്യം? എന്താണ്? വിച്ച് ഇന്ത്യൻ ലീഡർ വാസ് കൺഫേർഡ് വിത്ത് മൗറീഷ്യസ് ഹൈയസ്റ്റ് സിവിലിയൻ ഹോണർ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ? അതായത് മൗറീഷ്യസിലെ ഏറ്റവും വലിയ സിവിലിയൻ ഹോണർ ആയിട്ടുള്ള ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ കരസ്ഥമാക്കിയ ലീഡർ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി വാസ് കൺഫേർഡ് വിത്ത് മൗറീഷ്യസ് ഹൈയസ്റ്റ് സിവിലിയൻ ഹോണർ. ഹോണറിന്റെ പേരെന്താണ്? ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ. നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ്. ഇന്ത്യയുടെ 15ാമത് പ്രധാനമന്ത്രിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. നെഹ്റുവിനെ കൂടാതെ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ട് അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് ആര്? നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഓക്കെ, നരേന്ദ്രമോദി. അതായത് നെഹ്റു ആണ് അപ്പൊ ആദ്യത്തെ ആളെന്ന് മനസ്സിലായി അല്ലെ. നെഹ്റുവിനെ കൂടാതെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ട് അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് നരേന്ദ്രമോദി. അതുപോലെ തന്നെ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2001 മുതൽ 2014 വരെ ആയിരുന്നു അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദം വഹിച്ചിരുന്നത്. 17ാം ലോക്സഭയിൽ നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. വാരണാസി എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വരാം. അതായത് പ്ലാനിംഗ് കമ്മീഷനെ നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് സ്ഥാപിക്കുകയും ചെയ്ത പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ് അല്ലെ.
അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വിച്ച് ടു യൂണിയൻ ടെറിട്ടറീസ് ഹാവ് അച്ചീവ്ഡ് 100% rooftop solar targets for government buildings as of March 2025? Chandigarh, Daman and Diu are the two union territories have achieved 100% rooftop solar targets for government buildings as of March 2025. എന്തൊക്കെ കാര്യങ്ങളാണ് ചണ്ഡീഗഡിനെ കുറിച്ച് പറയാനുള്ളത്? 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം, അതായത് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. മനോഹര നഗരം എന്നറിയപ്പെടുന്നു അല്ലെ. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വളരെ പ്രസിദ്ധമായ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അതെവിടെയാണ്? ചണ്ഡീഗഡിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഉണ്ടായിരുന്നു, നേക് ചന്ദ് റോക്ക് ഗാർഡൻ. അത് എവിടെ തന്നെയാണ്? ചണ്ഡീഗഡിൽ തന്നെയാണ്. കേന്ദ്രഭരണ പ്രദേശമായ വർഷം 1966 നവംബർ 1 ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ഗ്രേ മാംഗൂസ് ആണ്. ഔദ്യോഗിക പക്ഷി ചാരവേഴാമ്പൽ. ഔദ്യോഗിക വൃക്ഷം മാവാണ്. ഔദ്യോഗിക പുഷ്പം ദാക്ക് പുഷ്പമാണ് അതിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത്. ഇനി ദാമൻ ആൻഡ് ദിയുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ദാദ്ര, നാഗർ ഹവേലി, ദാമൻ, ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ സംയോജിച്ച് ഒരൊറ്റ കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ് ഉണ്ടായത്. അത് മാറാൻ കാരണം ഒരു ബില്ലാണ്, ദാദ്ര, നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു സംയോജന ബിൽ 2019. ആ ബില്ല് ലോക്സഭ പാസ്സാക്കിയത്, ആ ബില്ല് പറയുമ്പോൾ 4 വർഷങ്ങൾ നമ്മൾ പഠിക്കണം. അതായത് 27 നവംബർ 2019, 3 ഡിസംബർ 2019, 9 ഡിസംബർ 2019, 2020 ജനുവരി 26. ഓക്കെ, ഈ 4 വർഷങ്ങൾ പഠിക്കണം. അതിലെല്ലാം 3 വർഷങ്ങൾ 2019 ഒരെണ്ണം 2020 അല്ലെ. 27 നവംബർ 2019, 27 നവംബർ 2019 ആണ് ബില്ല് ലോക്സഭ പാസ്സാക്കിയത്. ഏത് ബില്ല്? സംയോജന ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 27 നവംബർ 2019. ഇനി രാജ്യസഭ പാസ്സാക്കിയത് 3 ഡിസംബർ 2019. ഓക്കെ, ഡിസംബർ 2019 ഡിസംബർ 3 ബില്ല് രാജ്യസഭ പാസ്സാക്കിയത്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഡിസംബർ 9, 2019. ഓക്കെ, 6 ദിവസം കഴിഞ്ഞതും അത് ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുകയുണ്ടായി. എന്ത്? രാജ്യസഭ പാസ്സാക്കിയതിന്റെ 6 ദിവസം കഴിഞ്ഞതും രാഷ്ട്രപതി ആ ബില്ല് ഒപ്പുവെക്കുകയുണ്ടായി. അങ്ങനെ ദാദ്ര, നാഗർ ഹവേലി, ദാമൻ, ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങള് സംയോജിച്ച് ഒരു ഒറ്റ കേന്ദ്ര ഭരണ പ്രദേശമായി ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. ആ നിലവിൽ വന്ന വർഷമാണ് 2020 ജനുവരി 26 എന്ന് പറയുന്നത്. ഓക്കെ, അത് ലോക്സഭയില് ബില്ല് അവതരിപ്പിച്ചത്, നമ്മൾ പറഞ്ഞു ബില്ല് ലോക്സഭയില് പാസ്സാക്കിയത് 27 നവംബർ 2019 പറഞ്ഞു. അവതരിപ്പിച്ചത് ആരാണ്? അമിത് ഷായാണ്. ഓക്കെ, അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ് അല്ലെ. വിച്ച് സ്റ്റേറ്റ് അഡോപ്റ്റഡ് ട്യൂബർക്ലോസിസ് പേഷ്യൻസ് as part of the March 2025 tuberculosis eradication drive? അതായത് 2025 മാർച്ചില് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. 2025 മാർച്ചില് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മേഘാലയ. ഓക്കെ, ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ എല്ലാ രോഗികളെയും ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്നതിനാണ് മേഘാലയ സർക്കാരിന്റെ ഈ നടപടി പുറത്തു വന്നിരിക്കുന്നത്. 4500 ക്ഷയരോഗികളുടെ സംരക്ഷണമാണ് നിലവില് മേഘാലയ ഏറ്റെടുത്തിട്ടുള്ളത്. പോഷകാഹാര കിറ്റ്, ചികിത്സ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ നോക്കും എന്നുള്ളതാണ് അല്ലെ. ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് മേഘാലയ സർക്കാർ കൈവരിച്ചിരിക്കുന്നത്. വ്യക്തികൾക്കും സംഘടനകൾക്കും രോഗികളെ ദത്തെടുക്കാൻ പ്രോത്സാഹനം നൽകുന്ന നിക്ഷയ് മിത്ര പദ്ധതി 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയെ ക്ഷയരോഗമുക്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 2030 സമ്പൂർണ്ണ ക്ഷയരോഗ നിവാരണമാണ് ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും രോഗനിർമ്മാർജ്ജനത്തിനുമായി എല്ലാ വർഷവും മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. മാർച്ച് 24 എപ്പോ തൊട്ടാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്?
1992 മുതലാണ് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയതായിട്ട് ഡോക്ടർ റോബർട്ട് കോച്ച് പ്രഖ്യാപിച്ച ദിവസമായിരുന്നു മാർച്ച് 24. അതുകൊണ്ട് തന്നെയാണ് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം എന്ന് പറഞ്ഞു. അതിന്റെ തീം എന്താണ്? യെസ് വി ക്യാൻ എൻറ്റിറ്റി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ് ലോക ക്ഷയരോഗ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അതായത് അതെ, നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം, പ്രതിജ്ഞാബദ്ധരാകുക, നിക്ഷേപിക്കുക, വിതരണം ചെയ്യുക എന്നുള്ളതാണ് 2025 ലോക ക്ഷയരോഗത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്ഷയം ഉണ്ടാകുന്നത്? അതായത് നമ്മൾ പറഞ്ഞല്ലോ, ആരാണ് കണ്ടുപിടിച്ചത്? ഡോക്ടർ റോബർട്ട് കോച്ച്. അദ്ദേഹമാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് കേട്ടോ. ക്ഷയരോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് മൂലമുണ്ടാകുന്ന അണുബാധയാണ് ക്ഷയം എന്ന് പറയുന്നത്. ശ്വാസകോശം, പ്ലൂറ, ലിംഫ് നോഡുകൾ തുടങ്ങിയവയാണ് ക്ഷയം സാധാരണ ബാധിക്കുന്ന അവയവങ്ങൾ എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ എന്നുള്ളതാണ്. 2025 രാജ്യത്ത് നിന്ന് ക്ഷയരോഗം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏത് പദ്ധതിയുടെ ലക്ഷ്യം? പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? 2025 മാർച്ചില് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് പറഞ്ഞത്. ഏതാണത്? മേഘാലയയാണ് അല്ലെ. എത്ര പേരെയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്തിട്ടുള്ളത്? 4500 ക്ഷയരോഗികളുടെ സംരക്ഷണമാണ് നിലവിൽ മേഘാലയ ഏറ്റെടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് റിയൂസബിൾ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റിയൂസബിൾ ചെയ്യാൻ പറ്റുന്ന, അതായത് പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് അത്? പുഷ്പക് RLVTD ആണ്. RLVTD എന്ന് പറഞ്ഞാൽ എന്താണ്? RLVTD, അതായത് റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നുള്ളതാണ് പുഷ്പക് RLVTD. ഓക്കെ, പുഷ്പക് RLVTD ഈസ് ദ ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് റിയൂസബിൾ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ ഓഫ് ഇന്ത്യ. എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ എത്ര കിലോമീറ്റർ ഉയരത്തിൽ നിന്നുള്ള അങ്ങനെയുള്ളതിനാണ് നമുക്ക് ബഹിരാകാശം എന്ന് പറയാൻ പറ്റുക. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശത്തിലാണ് നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മുകളിലേക്കാണ് ബഹിരാകാശമായിട്ട് കണക്കാക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് മുകളിലേക്കാണ് ബഹിരാകാശമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? കാർമൻ ലൈൻ എന്നാണ് ഈ സാങ്കല്പിക അതിർത്തി രേഖയുടെ പേരെന്ന് പറയുന്നത്. എന്താണ്? കാർമൻ ലൈൻ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ബഹിരാകാശം ആരുടെയെങ്കിലും സ്വന്തമാണോ? അമേരിക്കയാണ് കൂടുതൽ അവിടെ ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അമേരിക്കയുടെയാണ് ബഹിരാകാശം? ഒരിക്കലുമല്ല. എന്താണ് സംഭവം? ഭൂമിയിൽ ഒരു രാജ്യത്തിന്റെയും സ്വന്തമല്ലാത്തൊരിടമാണ് ബഹിരാകാശം. കാരണം എന്താണെന്നറിയോ? 1967 അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ചേർന്ന് ഔട്ടർ സ്പേസ് ട്രീറ്റി എന്നൊരു ബഹിരാകാശ ഉടമ്പടി ഉണ്ടാക്കുകയുണ്ടായി. അതായത് ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന ഈ ഉടമ്പടി അനുസരിച്ചാണ് ബഹിരാകാശം ആരുടെയും സ്വന്തമല്ലാതായത്. ഭൂമിക്ക് പുറത്തുള്ള ഒരു വസ്തുവിനും ആർക്കും അവകാശം ഉന്നയിക്കാനായിട്ട് സാധിക്കത്തില്ല. അവ എല്ലാവരുടേതുമാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി ആർക്കും ബഹിരാകാശത്തെയും മറ്റ് ജ്യോതിർഗോളങ്ങളെയും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഔട്ടർ സ്പേസ് ട്രീറ്റിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു ബഹിരാകാശ നിലയമുണ്ട് അല്ലെ. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക ഗവേഷണ ലബോറട്ടറിയാണ് ഏതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് മനുഷ്യൻ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒറ്റ നിർമ്മിതിയാണ് ഇത് ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, ജപ്പാന്റെ ജാക്സ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നീ ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS അല്ലെങ്കിൽ രാജ്യാന്തര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് 402 കിലോമീറ്റർ അകലെയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്നത്. 15 രാജ്യങ്ങളാണ് ISS നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുള്ള. ഏതൊക്കെയാണ്? US, റഷ്യ, കാനഡ, ജപ്പാൻ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ അംഗരാജ്യങ്ങളുമാണ് നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്, നോർവേ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ബ്രിട്ടൻ എന്നിവയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ അംഗങ്ങൾ.
ഈ രാജ്യാന്തര ബഹിരാകാശ നിലയമുണ്ടല്ലോ ഓരോ 92.9 മിനിറ്റിലും ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട്. ദിവസവും ഏതാണ്ട് 16 തവണയാണ് ബഹിരാകാശ നിലയം ഭൂമിയെ വലം വയ്ക്കുന്നത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോയി തിരികെ വരാനുള്ള അത്രയും ദൂരമാണ് ഒരു ദിവസം ISS സഞ്ചരിക്കുന്നത്. ഭൂമിയിൽ നിന്നൊരു ബഹിരാകാശ വാഹനം വിക്ഷേപിച്ചാൽ 4 മണിക്കൂറിനുള്ളിൽ ബഹിരാകാശ നിലയത്തിലെത്താനായിട്ട് സാധിക്കും. US ഹൂസ്റ്റണിലും റഷ്യയിലെ മോസ്കോയിലുമാണ് സ്പേസ് സ്റ്റേഷന്റെ കൺട്രോൾ സെന്ററുകൾ ഉള്ളത്. 90 കിലോവാട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന 8 സൗരോർജ്ജ പാനലുകളാണ് നിലയത്തിൽ ആവശ്യമായ വൈദ്യുതി നൽകുന്നത്. ഓക്കെ, എന്നാൽ കാലപ്പഴക്കം മൂലം ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. 2031 തിരിച്ചിറക്കുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ബഹിരാകാശ നിലയത്തിന്റെ വലിയൊരു പങ്കും കത്തിയമരും. ബാക്കിയുള്ളവ പസഫിക് സമുദ്രത്തിൽ വീഴ്ത്താനാണ് നാസയും സംഘവും തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിരാകാശത്ത് സ്വന്തം വിലാസം സ്ഥാപിക്കാൻ ഇന്ത്യയും തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ നിലയമായിട്ടുള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2035 യഥാർത്ഥമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ISRO ഇപ്പോഴുള്ളത്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാകും ഇന്ത്യയുടെ സ്റ്റേഷൻ പ്രവർത്തിക്കുക. ഇതിന്റെ ആദ്യ മൊഡ്യൂൾ 2028 വിക്ഷേപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർ വർഷങ്ങളിലെ ബാക്കി 4 മൊഡ്യൂളുകളും ബഹിരാകാശത്ത് എത്തിക്കും. ഓക്കെ, ബഹിരാകാശ വാരവും ഉണ്ട് കേട്ടോ. അതായത് രാജ്യാന്തര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നുണ്ട്. 1994 UN നേതൃത്വം നൽകുന്ന ബഹിരാകാശ വാരാചരണത്തിന് തുടക്കം എന്ന് പറയുന്നത്. 1957 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്ന് പറയുന്നത്. സ്പുട്നിക് വിക്ഷേപിച്ച ഒക്ടോബർ 4, ഔട്ടർ സ്പേസ് ട്രീറ്റി പ്രാബല്യത്തിൽ നിന്ന് ഒക്ടോബർ 10 എന്നീ ദിനങ്ങളെ കോർത്തിണക്കിയാണ് രാജ്യാന്തര ബഹിരാകാശ വാരം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഡെവലപ്ഡ് AI-powered tool named AMR Sense for tracking antibiotic resistance in real time? The right answer is IIT Delhi. IIT Delhi has developed AI-powered tool named AMR Sense എന്നാണ്. AI-powered ടൂളിന്റെ പേരെന്താണ്? AMR Sense. അത് എന്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ട്രാക്കിംഗ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻ റിയൽ ടൈം. 7ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് വിൽ ഹാവ് എ ന്യൂ സാങ്ച്വറി കോൾഡ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ വൈൽഡ് ലൈഫ് സാങ്ച്വറി? അല്ലെ, വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? പുതിയ സാങ്ച്വറി വന്നിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിലാണ്? വിച്ച് സ്റ്റേറ്റ് വിൽ ഹാവ് എ ന്യൂ സാങ്ച്വറി കോൾഡ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ വൈൽഡ് ലൈഫ് സാങ്ച്വറി? നമ്മൾ സാങ്ച്വറികളും അതുപോലെ തന്നെ ടൈഗർ റിസർവും എല്ലാം പറയുമ്പോൾ അത് ഏത് സ്റ്റേറ്റ് ആയിരിക്കും? അത് മധ്യപ്രദേശ് ആയിരിക്കും അല്ലെ. ദ റൈറ്റ് ആൻസർ ഈസ് മധ്യപ്രദേശ്. പ്രത്യേകതയാണ് മധ്യപ്രദേശിനോട് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. കടുവ സംസ്ഥാനമാണ്. സോയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ്. വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏതാണ്? മധ്യപ്രദേശ് തന്നെയാണ്. പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്ന് മധ്യപ്രദേശ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സിംഗൌളി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. കബീർ സമ്മാനം, കാളിദാസ് പുരസ്കാരം, താൻസൻ സമ്മാനം എന്നീ പുരസ്കാരങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് ഇത് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം അത് ഏതാണ്? മധ്യപ്രദേശാണ്. നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 തന്നെയാണ്. സംസ്ഥാന മൃഗം ഏതാണ്? സ്വാം ഡിയർ ആണ്. സംസ്ഥാന പക്ഷി ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ. ഓക്കെ, സംസ്ഥാന പുഷ്പം പാരറ്റ് ട്രീ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. വീണ്ടും ഒരു സ്റ്റേറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുകയാണ്? സംസ്ഥാനത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അതിൽ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചും പഠിക്കുകയാണ് അല്ലെ. അടുത്ത ചോദ്യം, റീസെന്റ് 8ാമത്തെ ചോദ്യമാണ്. വിച്ച് സ്റ്റേറ്റ്സ് റിൻഡ്യ സിൽക്ക് ആൻഡ് കാസി ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് റിസീവ്ഡ് ദ GI ടാഗ്? അല്ലെ, GI ടാഗ് കിട്ടിയിട്ടുള്ള ഈ സിൽക്ക് അല്ലെങ്കിൽ ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ഏത് സ്റ്റേറ്റിലെയാണ് എന്നാണ് ചോദ്യം. അത് ഏത് സ്റ്റേറ്റിലെയാണ്? ദ അബോർഡ് ഓഫ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ്. അബോർഡ് ഓഫ് ക്ലൗഡ്സ്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ അല്ലെ. മേഘങ്ങളുടെ വാസസ്ഥലം എന്നർത്ഥം വരുന്ന സംസ്ഥാനമായിട്ടുള്ള മേഘാലയയാണ് അല്ലെ. മേഘാലയയിലെ കാസി ഹാൻഡ്ലൂം പ്രൊഡക്ട്സിനാണ് GI ടാഗ് റിസീവ് ചെയ്തിട്ടുള്ളത്. നിലവിൽ വന്നത് 1972 ജനുവരി 21-നാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഒടുവിൽ സ്ഥാനം പിടിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനം 2014 വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്?
അത് മേഘാലയാണ് അല്ലെ. ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഏറ്റവും ഒടുവിൽ സ്ഥാനം പിടിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനം അത് മേഘാലയാണ്. നിലവിൽ വന്ന വർഷം എപ്പോഴാണെന്ന് പറഞ്ഞത് 1972 ജനുവരി 21-നാണ്. തലസ്ഥാനം ഷില്ലോങ് ആണ്. സംസ്ഥാന മൃഗം പുള്ളിപ്പുലിയാണ്. സംസ്ഥാന പക്ഷി മൈനയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മേഘങ്ങളുടെ വാസസ്ഥലം, ദ അബോർഡ് ഓഫ് ക്ലൗഡ്സ് എന്നർത്ഥം വരുന്ന സംസ്ഥാനമാണ്. അവിടെ ഒരുപാട് കുന്നുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കുന്നുകളുടെ പേരുകളും ഉണ്ട് കേട്ടോ. ഏതാണ്? ഖാസി, ഖാരോ, ജയന്തിയ അങ്ങനെയുള്ള കുന്നുകളൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ഖാസി, ജയന്തിയ, ബോയി തുടങ്ങിയ ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും മേഘാലയ തന്നെയാണ്. ഈ മേഘാലയയിലെ പ്രധാന മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. ലോകത്ത് മഴ ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള പ്രദേശമായിട്ടുള്ള മൗസിൻ റാം എവിടെയാണ്? മേഘാലയയിലാണ്. നമ്മൾ പറഞ്ഞു മേഘാലയയുടെ ക്യാപിറ്റലാണ് ഷില്ലോങ് എന്ന് പറഞ്ഞാൽ. ഈ ഷില്ലോങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഷില്ലോങ് ആണ്. അസം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്. ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനവും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം, രാജീവ് ഗാന്ധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത്, ഉംറോയ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. 2013 മാർച്ച് 25-ന് നിലവിൽ വന്ന മേഘാലയ ഹൈക്കോടതിയുടെ ആസ്ഥാനവും ഏത് തന്നെയാണ്? ഷില്ലോങ് തന്നെയാണ്. അതുപോലെ തന്നെ മേഘാലയയിൽ ആരംഭിച്ചൊരു മിഷനാണ് ജാക്ക് ഫ്രൂട്ട് മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേഘാലയാണ്. PA സാങ്മയുടെ പേര് നൽകിയ ദിക്കി ബന്ദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെ തന്നെയാണ്? മേഘാലയയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ലൈഫ് എന്ന പേരിൽ ഗ്രാമവികസന പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ലൈഫ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്താണ്? L for livelihood, I for intervention and F for facilitation of entrepreneurship എന്നുള്ളതാണ് ലൈഫിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ലിവ്ലിഹുഡ്, ഇന്റർവെൻഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ് എന്ന പേരിൽ ഗ്രാമവികസന പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേഘാലയാണ് കേട്ടോ. അന്താരാഷ്ട്ര ചെറി ബ്ലോസം ഫെസ്റ്റിവലിന് വേദിയാകുന്ന സംസ്ഥാനവും ഇത് തന്നെയാണ്, മേഘാലയ തന്നെയാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. When did the formation of the Cochin Legislative Assembly complete a century? കൊച്ചി നിയമനിർമ്മാണ സഭയുടെ രൂപീകരണത്തിന് 1 നൂറ്റാണ്ട് പൂർത്തിയായത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ് അത്? 2025 ഏപ്രിൽ 3-നാണ്. കൊച്ചി രാജ്യത്ത് ഭരണത്തില് ജനങ്ങൾക്ക് പങ്കാളിത്തം നൽകാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കൗൺസിലിന്റെ ആദ്യ യോഗം ചേർന്നത് 1925 ഏപ്രിൽ 3-നാണ്. അപ്പൊ 100 വർഷം തികയുന്നത് എപ്പോഴായിരിക്കും? 2025 ഏപ്രിൽ 3-നായിരിക്കും അല്ലെ. അപ്പൊ ആദ്യ യോഗം ചേർന്നത് എപ്പോഴാണ്? 1925. കറക്റ്റ് 100 വർഷം മുന്നെയാണ് ആദ്യ യോഗം ചേർന്നത്. അത് എവിടെ വെച്ചിട്ടായിരുന്നു ആദ്യ യോഗം ചേർന്നത്? എവിടെ വെച്ചിട്ടായിരുന്നു? തൃപ്പൂണിത്തറ ഹിൽ പാലസിന്റെ ദർബാർ ഹാളിൽ വെച്ചിട്ടാണ് ആദ്യത്തെ യോഗം ചേർന്നത്. തുടർ നടപടികൾക്ക് ശേഷം കൊച്ചി മഹാരാജാവ് രാമവർമ്മ നിയമസഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയും ഉണ്ടായി. ഈ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചി മഹാജനസഭ ജനപ്രതിനിധികളെ ഭരണത്തിൽ സജീവ പങ്കാളികളാക്കണമെന്ന് അഭ്യർത്ഥിച്ച് കൊച്ചി മഹാരാജാവിന് 1918 സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് നിയമനിർമ്മാണ സഭ 1925 ഏപ്രിൽ 3-ന് രൂപീകരിച്ചത്. അതില് 30 മുതൽ 60 വരെ അംഗങ്ങൾ വേണമെന്നും 2/3 ഭാഗം തെരഞ്ഞെടുക്കപ്പെട്ടവരും ബാക്കി സർക്കാർ നോമിനികളും ആകണമെന്നുള്ളതായിരുന്നു അതിലെ വ്യവസ്ഥ എന്ന് പറഞ്ഞത്. ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതയെ നിയമസഭാ അംഗമായിട്ട് തെരഞ്ഞെടുത്തതും കൊച്ചി നിയമനിർമ്മാണ സഭയിലാണ്. രാജ്യത്തെ ആദ്യ വനിതാ നിയമസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തൊട്ടേക്കാട്ട് മാധവി അമ്മയാണ് രാജ്യത്തെ ആദ്യ വനിതാ നിയമസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ ഫസ്റ്റ് ബിംസ്റ്റെക് ഗെയിംസ് ഇൻ 2027? അതായത് 2027-ലാണ് പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് വേദിയാകാൻ പോകുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് 2027-ലായിരിക്കും ആദ്യത്തെ ബിംസ്റ്റെക് ഗെയിംസ് നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നടക്കാൻ പോകുന്നതിന് വേദിയാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയായത് ഏതാ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തായ്ലൻഡിലെ ബാങ്കോക്ക് ആണ് നമ്മൾ പറഞ്ഞു. അതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിങ്ങനെ തെക്കൻ ഏഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഏത്? ബിംസ്റ്റെക് എന്ന് പറയുന്നത് അല്ലെ. ഫുൾ ഫോം എന്തായിരുന്നു? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നുള്ളതാണ് ബിംസ്റ്റെക്കിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ ബഹുമുഖ സാങ്കേതിക
സാങ്കേതിക സാമ്പത്തിക സഹകരണം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ബിംസ്റ്റെക്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1997 ബാങ്കോക്ക് പ്രഖ്യാപനം അംഗീകരിച്ചതോടെയാണ് ബിംസ്റ്റെക് സ്ഥാപിതമായത്. ബിംസ്റ്റെക് എന്ന് പറയുമ്പോൾ അതിലെ പ്രമേയം അല്ലെങ്കിൽ അതിന്റെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോസ്പെറസ്, റെസിലിയന്റ് ആൻഡ് ഓപ്പൺ എന്നതായിരുന്നു തായ്ലൻഡിൽ നടത്തിയ 6ാമത് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത്. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ ഇന്ത്യ ആവിഷ്കരിച്ച സംരംഭങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്ത നിവാരണം, സമുദ്ര ഗതാഗതം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, കാർഷിക ഗവേഷണങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട മികവിന്റെ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് ബിംസ്റ്റെക് ഉച്ചകോടി വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് വേദിയാകാൻ പോകുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഇന്ത്യയാണ്. എത്ര രാജ്യങ്ങൾ ചേർന്നാണ്? 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിങ്ങനെ തെക്കൻ ഏഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയായത് 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയാണ് നടക്കുന്നത്. അതിന് വേദിയായത് എവിടെയാണെന്നാണ് പറഞ്ഞത്? തായ്ലൻഡിലെ ബാങ്കോക്കിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏപ്രിൽ മാസത്തെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഏപ്രിൽ ഓരോ ദിവസങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് ഏപ്രിൽ 1 ഒഡീഷ ഡേ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഏപ്രിൽ 1 എന്താ സ്പെഷ്യാലിറ്റി, ഏപ്രിൽ 2 എന്താ സ്പെഷ്യാലിറ്റി, 3 എന്താ, 4 എന്താ, അങ്ങനെ നമുക്ക് ഓരോ ഡേയ്സിൻ്റെയും സ്പെഷ്യാലിറ്റീസ് നോക്കാം. പറഞ്ഞു ഏപ്രിൽ 1 ഒഡീഷ ഡേ ആണ്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് ആയിട്ടും ഏപ്രിൽ 1 വീക്ക് നമ്മൾ ആചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏപ്രിൽ 2 നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. എന്താണ്? വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. അതിന്റെ തീം എന്താണെന്നാണ് പറഞ്ഞത്? അഡ്വാൻസിങ് ന്യൂറോ ഡൈവേഴ്സിറ്റി ആൻഡ് ദ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDGs എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏപ്രിൽ 4 ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ് ആണ് ഏപ്രിൽ 4 എന്ന് പറയുന്നത്. ഏപ്രിൽ 5 എന്ന് പറയുന്നത് നാഷണൽ മെരിടൈം ഡേ ആണ്. വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ്. ഏപ്രിൽ 7 ആണ് വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് ഹോമിയോപ്പതി ഡേ ഏപ്രിൽ 10 ആണ്. വേൾഡ് ഹോമിയോപ്പതി ഡേ. ഓക്കെ, അപ്പൊ ഏപ്രിൽ 1 ഒഡീഷ ഡേ, ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ, ഏപ്രിൽ 4 ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ്, ഏപ്രിൽ 5 നാഷണൽ മെരിടൈം ഡേ, ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ, ഏപ്രിൽ 10 വേൾഡ് ഹോമിയോപ്പതി ഡേ. ഏപ്രിൽ 11 നാഷണൽ സേഫ് മദർഹുഡ് ഡേ. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെ. ജാലിയൻ വാലാബാഗ് മസാക്കർ എപ്പോഴായിരുന്നു? ഏപ്രിൽ 13 ഏപ്രിൽ 17 വേൾഡ് ഹിമോഫീലിയ ഡേ ആണ്. ഏപ്രിൽ 18 വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. നാഷണൽ സിവിൽ സർവീസ് ഡേ എന്നാണ് ഏപ്രിൽ 21 വേൾഡ് എർത്ത് ഡേ എന്നാണ് ഏപ്രിൽ 22 വേൾഡ് എർത്ത് ഡേ എന്നാണ് ഏപ്രിൽ 22 ഏപ്രിൽ 23 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ എന്നാണ് ഏപ്രിൽ 23 നാഷണൽ പഞ്ചായത്തി ഡേ എന്നാണ് ഏപ്രിൽ 24 വേൾഡ് മലേറിയ ഡേ എന്നാണ് ഏപ്രിൽ 25 വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ എന്നാണ് ഏപ്രിൽ 26 അല്ലെ. ഏപ്രിൽ 28 എന്താണ്? വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക്. കുറച്ച് ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഏപ്രിൽ മാസത്താണ്. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. ഹോമിയോപ്പതി ഡേയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ്. ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ് ഏപ്രിൽ 4 ആണെന്ന് പറഞ്ഞു. വേൾഡ് ഹോമിയോപ്പതി ഡേ ഏപ്രിൽ 10 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് ഈസ് ഓൺ ഏപ്രിൽ 28. ഓക്കെ, PSCയിലൊക്കെ കാണുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. LOC ആൻഡ് LAC. LOC ആൻഡ് LAC. എന്താണ് LOC? അതുപോലെ തന്നെ എന്താണ് LAC? LOC എന്ന് പറയുന്നത് എന്താണ്? ലൈൻ ഓഫ് കൺട്രോൾ എന്നാണ് അല്ലേ. LOC എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതിർത്തി രേഖയാണ്. LOCയും LACയും എല്ലാം അതിർത്തി രേഖകളാണ്. രണ്ടിനെയും എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ടൊരു അതിർത്തി രേഖയായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചോദിക്കാറുണ്ട്. LOCൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ LAC ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. LOC എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് കൺട്രോൾ ആണ്. ലൈൻ ഓഫ് കൺട്രോൾ ആണ് LOC. അതായത് ജമ്മു കാശ്മീരിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സൈനിക അതിർത്തി നിയന്ത്രണ രേഖയാണ് ഈ LOC എന്ന് പറയുന്നത്. എന്നാൽ LOCനെ
ഒരു നിയമപരമായിട്ടുള്ള ഒരു അതിർത്തി രേഖയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി LAC നമ്മൾ പറഞ്ഞു ലൈൻ ഓഫ് കൺട്രോൾ ആണ് LOC എന്ന് പറഞ്ഞു. LAC എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയ്ക്കും ഇടയിൽ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന അതിർത്തി രേഖയാണ് LAC. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മധ്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സൈനിക അതിർത്തി നിയന്ത്രണ രേഖ LOC ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അതിർത്തി രേഖയാണ് ഏത് LAC എന്ന് പറയുന്നത്. LAC ഒരു നിയമപരമായിട്ടുള്ള അതിർത്തി രേഖയായിട്ട് അംഗീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടും LOCനെയും LACനെയും ഒരു നിയമപരമായിട്ടുള്ള ഒരു അതിർത്തി രേഖയായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ മനസ്സിലാക്കുക, LOC മീൻസ് ലൈൻ ഓഫ് കൺട്രോൾ ആൻഡ് LAC മീൻസ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ശരിക്കും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖയിൽ എന്താ പറയുന്നത്? റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും മക്മോഹൻ രേഖ എന്നുള്ളതാണ് ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖയെ പറയുന്നത്. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ഇതുപോലത്തെ അറിവുകളാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.